ഞാൻ ഒരു മാതാവിൻ്റെ വിശ്വാസിയല്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഈ 42 വയസ്സിനിടയ്ക്ക് ഞാൻ ഇതുവരെയും ആരോടും മാധ്യസ്ഥ അപേക്ഷിച്ചിട്ടില്ല. ഞാൻ എല്ലാം പ്രാർത്ഥിക്കുന്നത് ഈശോയോടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബറിൽ എനിക്ക് എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് നിപ്പിളിലൂടെ വൈറ്റിഷ് ഡിസ്ചാർജ് വരികയും അതിശക്തമായ വേദനയും വരികയാണ്. ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചു, സാമ്പിൾ വിട്ടു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ബയോപ്സി ചെയ്യണം, അതിന് മുൻപ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടിയത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഈ അസുഖം അറിഞ്ഞപ്പോഴത്തെ തന്നെ വീട്ടിലെല്ലാവരും വളരെയധികം വിഷമിച്ചു. കാരണം എൻ്റെ അമ്മയുടെ അനിയത്തിക്കും എൻ്റെ പപ്പയുടെ പെങ്ങൾക്കും ബ്രസ്റ്റ് ക്യാൻസറാണ്. അവർ രണ്ടുപേരും ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞ് കീമോതെറാപ്പിയും റേഡിയേഷനുമായി ഒത്തിരി സിക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ അമ്മ കൃപാസന മാതാവിൻ്റെ വളരെ ഭക്തിയാണ്. എന്നോട് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് മാറ്റിത്തരും. എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ്, ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ആലയത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അന്ന് തന്നെ 3 പ്രാവശ്യം എനിക്കത് കിട്ടി. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല. സ്കാനിങ്ങിന് പോണതിൻ്റെ മുന്നേ ഡോക്ടർ പരിശോധിച്ചു, വീണ്ടും സെക്രീഷൻ വരുന്നുണ്ട്. എനിക്ക് ഡ്രസ്സിങ് വെച്ച് തന്നു ബ്രസ്റ്റിൽ. എന്നിട്ട് പറഞ്ഞു പോയി സ്കാൻ ചെയ്തോളാൻ. അങ്ങനെ സ്കാനിങ് റൂമിൻ്റെ അവിടെ എത്തി. എൻ്റെ പേര് വിളിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു ഷേർലി, നിന്നെ മാതാവ് തൊട്ട് സുഖപ്പെടുത്തി. ഞാൻ കൃപാസന മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ 3 പ്രാവശ്യം മാതാവ് എൻ്റെ മുന്നിൽ തെളിഞ്ഞിട്ട് നിന്റെ മുഖം കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു അമ്മയുടെ വിശ്വാസം അമ്മച്ചിയെ രക്ഷിക്കട്ടെ. സ്കാനിങ് റൂമിലെത്തി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കണം എന്താണ് തൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് കൈ പൊക്കാൻ വയ്യ, എൻ്റെ ഈ ബ്രസ്റ്റിൽ നിന്ന് വൈറ്റ് കളറിലെ തൈര് പോലുള്ള ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അനങ്ങാൻ വയ്യ. അങ്ങനെ 2-3 ഡോക്ടേഴ്സ് വന്ന് എന്നെ സ്കാൻ ചെയ്തു. എന്നിട്ട് അവരെന്നോട് പറയാണ് തൻ്റെ ബ്രസ്റ്റ് നോർമൽ ബ്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് കാണിക്കുന്നത്, ഒരു സെക്രീഷനോ ഒരു മുഴയോ ഒന്നും തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ആ ടേബിളിൽ കിടന്നത്. കൈ അനക്കി നോക്കിയപ്പോൾ എനിക്ക് വേദനയില്ല. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അത്രയും നേരം ആ ഡ്രസ്സിങ്ങിനകത്ത് നനഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ സ്പോട്ടിൽ എല്ലാം അപ്രത്യക്ഷമായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഡോക്ടറിനും വിശ്വസിക്കാൻ പറ്റില്ല. ഡോക്ടറിനോട് ഞാൻ ചോദിക്കാം പിന്നെ ഞാൻ എന്ത് ചെയ്യണം. ഡോക്ടർ ഡ്രസ്സിങ് ഊരി കളഞ്ഞിട്ട് പറഞ്ഞു ഇനി വീട്ടിൽ പൊക്കോളെ. ഇവിടെ വന്ന് മാതാവിനെ കണ്ടു, നന്ദി പറഞ്ഞു. എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മേളിൽ പോയി ഉടമ്പടി എടുത്തു. തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു 6 മണിയായി കാണും. എനിക്ക് മാതാവിൻ്റെ പാട്ട് ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. അതിനോടൊപ്പം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ 8 മണിയായി, ഇത് മാറുന്നില്ല. 9 മണിയായി, 10 മണിയായി, 12 മണിയായി. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പില്ലോ എടുത്ത് തലയിൽ വയ്ക്കുന്നു. 2:30-3 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ ഇവിടെ എത്തി ഈ മാതാവിൻ്റെ ഗേറ്റ് കടന്നപ്പം ഞാൻ പറഞ്ഞു മാതാവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നെ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞതും എൻ്റെ ചെവിയിലെ പാട്ട് നിന്ന്. ഉടമ്പടി എടുത്ത് പ്രദക്ഷിണമായിട്ട് ഇവിടെ വന്നു. ഈ ചുമന്ന കാർപ്പറ്റിൽ കാല് കുത്തിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ മറിഞ്ഞ് വീണ് പോകുന്നു. അതുപോലെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുകയാണ്. ഞാൻ നേരെ നോക്കിയപ്പോൾ കാണുന്നത് മാതാവ് രൂപക്കൂട്ടി നിൽക്കുന്നതല്ല കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മാതാവ് പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി. കാരണം ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. തൊട്ട് മൊത്താൻ തന്നെ പേടിയായി. പക്ഷേ എൻ്റെ കൈ കാന്തത്തിൽ ചെന്ന് ടച്ച് ചെയ്യുന്ന പോലെ വലിച്ചടുപ്പിച്ച് അപ്പോഴത്തേക്കും എൻ്റെ തലയിലൂടെ കാല് വരെ ഒരു കറണ്ട് പാസ് ചെയ്ത ഫീലായിരുന്നു. ഒരു കണക്കിന് ഞാൻ ഈ ആൾത്താരെ ഇറങ്ങി താഴെ വന്ന് നിന്നു.